ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനത്തെ ആധാരമാക്കി കർത്താവ് ഇന്ന് നമ്മോട് ഇടപെടുകയാണ്. കാലേബിന്റെ മകൾ അക്സ വന്ന് തന്റെ പിതാവിന്റെ അടുക്കൽ ഒരു അനുഗ്രഹം ചോദിക്കുക. തന്നെ തെക്കേ ദേശത്തേക്കല്ലോ നീ കൊടുത്തത്, അതുകൊണ്ട് ആ ദേശത്തുള്ള നീരുറവകൾ കൂടെ തനിക്ക് തരണമെന്ന് ചോദിക്കുമ്പോൾ കാലേബ് തന്റെ മകൾക്ക് മലയിലും താഴ്വരയിലുമുള്ള നീരുറവകളെ നൽകി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, കാലേബ് തന്റെ മകളുടെ അഭ്യർത്ഥനയെ മാനിച്ച് അവൾക്ക് നീരുറവകൾ നൽകിയെങ്കിൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന എന്റെയും നിങ്ങളുടെയും വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈവപ്രവൃത്തി കർത്താവ് ഈ ദിനങ്ങളിൽ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ വിഷയത്തിന് നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ഒരു മറുപടി വന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്നുള്ളതല്ല. നാം ആ വിഷയത്തിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ സമയത്തിനായി നാം കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവനെ പുഷ്ടിപ്പെടുത്തുന്ന, നമ്മുടെ ജീവനെ നിലനിർത്താൻ കഴിയുന്ന അനുഗ്രഹദായകമായ നീരുറവയായി അത് നമ്മുടെ അടുക്കലേക്ക് അടുത്തു വരുമെന്ന് കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് ഇതുവരെ ഒരു മറുപടി വന്നില്ലെങ്കിലും കർത്താവ് ഇന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് കാലേബ് തൻ്റെ മകൾക്ക് കൊടുത്ത നീരുറവ പോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് അനുഗ്രഹമായി നിങ്ങളുടെ അടുക്കലേക്ക് അടുത്തു വരുന്ന ദിനങ്ങൾ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെളിവാക്കുകയാണ്. നീരുറവുകൾ എപ്പോഴും മനുഷ്യജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതും മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെങ്കിൽ ഹാഗാർ ബേർശേബ മരുഭൂമിയിൽ നീരുറവ തപ്പി നടന്നിട്ട് കാണാൻ കഴിയാതെ, തൻ്റെ പൈതലിന് കൊടുക്കാൻ വെള്ളമില്ലാതെ, അവൻ്റെ മരണം കാണാൻ കഴിയാതെ മാറിയിരുന്ന് കരയുമ്പോൾ കരയുന്ന ഹാഗാറിന് വേണ്ടി നീരുറവയെ തുറന്നു കൊടുത്ത ദൈവം, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, കരയുന്ന നിങ്ങളുടെ വിഷയത്തിൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കി സങ്കടപ്പെടുന്ന നമ്മുടെ വിഷയങ്ങൾക്ക് കർത്താവ് നിശ്ചയമായി മറുപടി തന്ന് ഹാഗാറിന് നീരുറവ തുറന്നു കൊടുത്തതുപോലെ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമാകേണ്ടതിനുള്ള വഴികൾ നൽകി നമ്മെ മാനിക്കും. വിശ്വാസത്തോടെ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക. കർത്താവ് ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്നത് നീരുറവിൻ്റെ അടുക്കൽ വെച്ചാണെങ്കിൽ അവളോട് പറയുക, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല എങ്കിൽ കർത്താവാകുന്ന നീരുറവയിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവ് നൽകുന്ന ആ ജീവ നീരുറവ പാനം ചെയ്ത് ബലപ്പെട്ട് ധൈര്യത്തോടെ മുന്നേറാം. നമ്മെ ഒരു നാളും കൈവിടാത്ത ആ നല്ല കർത്താവ് കാലേബ് തൻ്റെ മകൾക്ക് ചോദിച്ചത് നൽകി അവളെ അനുഗ്രഹിച്ചെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ കർത്താവ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ.